നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസ് വിധി. 5 പ്രതികൾ കുറ്റക്കാർ. 7 വർഷം കഠിന തടവും 7.5 ലക്ഷം രൂപ പിഴയും. തൊഴിലാളി താൽപര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ട്രാൻസ്പോർട്ട് നയം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ കളക്ടറേറ്റ് മാർച്ച്. മാർച്ച് സംഘടിപ്പിച്ചത് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ. കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറി കവർച്ച. പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സദാചാര പോലീസ് ചമഞ്ഞ ആക്രമിച്ചെന്ന് അധ്യാപക വിദ്യാർത്ഥിയുടെ പരാതി. മർദ്ദനമേറ്റത് ചെർക്കളയിലെ സനബ് B.Ed സെന്ററിലെ പൃഥ്വിരാജിന്. തൊഴിലാളികൾക്ക് മുമ്പിൽ മുത്തൂറ്റ് മാനേജ്മെന്റ് മുട്ടുമടക്കി. തൊഴിലാളികൾ നടത്തിവന്ന അനിശ്ചിതകാല സമരത്തിന് വിജയകരമായ പരിസമാപ്തി. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നവംബർ 23 മുതൽ 25 വരെ. ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ചെമ്മനാട് പഞ്ചായത്ത് രാജീവ് ഗാന്ധി സ്റ്റേഡിയം. നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കത്തുന്നു. NGO അസോസിയേഷൻ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. കർണാടക നാടക അക്കാദമിയുടെ ബഹുഭാഷാ നാടകോത്സവം നവംബർ 25 മുതൽ 27 വരെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച. 5 പ്രതികൾ കുറ്റക്കാർ. പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 7.5 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. പ്രമാദമായ ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ചയിൽ 7ഓളം പ്രതികളാണുള്ളത്. മടിക്കേരി കുശാൽ നഗറിലെ S. സുലൈമാൻ, ബളാൽ കല്ലംചിറയിലെ അബ്ദുൽ ലത്തീഫ്, ബല്ല കടപ്പുറത്തെ മുബഷീർ, ഇടുക്കിയിലെ MJ മുരളി, ചെങ്കള 4 മൈലിലെ മനാഫ്, മടിക്കേരി ഏർമാടിലെ അബ്ദുൽ ഖാദർ, കുശാൽ നഗർ ശാന്തിപ്പള്ളയിലെ അഷ്റഫ് എന്നിവരാണ് പ്രതികൾ. ഇതിൽ മടിക്കേരി ഏർമാടിലെ അബ്ദുൽ ഖാദറെ സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണ് വെറുതെ വിട്ടത്. കുശാൽ നഗർ ശാന്തിപ്പള്ളയിലെ അഷ്റഫ് ഒളിവിലാണ്. ഇയാളുടെ വിചാരണ കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും 20 കിലോ സ്വർണവും 3 ലക്ഷത്തോളം രൂപയും സംഘം കവർച്ച ചെയ്തു. കേസിൽ 130 സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു. വിവിധ വകുപ്പുകളിലായി 7 വർഷം കഠിന തടവും 7.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൂടാതെ വിജയ ബാങ്കിന് പ്രതികൾ 75 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിച്ചു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള കുറ്റം മുഴുവൻ പ്രതികളും നടത്തിയിട്ടുണ്ടെന്നും വിധി പ്രസ്താവത്തിലൂടെ കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ ഈ വിധിയിൽ പൂർണ്ണ തൃപ്തിയാണ്. എന്നിരുന്നാലും 7ാം പ്രതിയെ വെറുതെ വിട്ടതിനെ കുറിച്ച് ഞങ്ങൾ ജഡ്ജ്മെന്റ് ഒന്നും കൂടി കൂടുതൽ പഠിച്ചതിന് ശേഷം അപ്പീൽ ഫയൽ ചെയ്യുന്നതായിരിക്കും. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം 7ാം പ്രതിക്കെതിരെയും തെളിവുണ്ട്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിധി കേസന്വേഷിച്ച പോലീസിന്റെ അന്വേഷണ മികവിനുള്ള ഒരു അംഗീകാരം കൂടിയാണ്. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നീലേശ്വരം CI KE പ്രേമചന്ദ്രനാണ് അന്വേഷണം നടത്തി ഹൊസ്ദൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ ഹൊസ്ദൂർ കോടതിയിൽ നിന്നും കേസ് കാസർഗോഡ് CJM കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത്. ബാങ്കിന് തൊട്ടടുത്ത് പ്രവർത്തിച്ചിരുന്ന ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്കിലെ CCTV ദൃശ്യങ്ങളാണ് കേസിന് തുമ്പുണ്ടാക്കിയത്. കാസർഗോഡ് CJM കോടതി G. അനിലാണ് വിധി പ്രസ്താവിച്ചത്. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മുഴുവൻ സ്വകാര്യ ബസ് തൊഴിലാളികൾക്കും ജോലി സ്ഥിരതയും ഫെയർ വേജസും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ മാർച്ച് നടത്തിയത്. കേരള സ്റ്റേറ്റ് ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 1 ലക്ഷത്തോളം വരുന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നിയമാനുസൃത വേതനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാനും വ്യവസായം സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിലെ മോട്ടോർ വ്യവസായം ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് എന്തുമാത്രം ചെയ്യാൻ സാധിക്കും ആ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ട് നയം എന്ന് പറയുന്നത്. ഒരു നയമില്ലാതെ കണ്ട് ഇത്രയും വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ബാക്കി യാത്രക്കാരെയാണ് KSRTC കൊണ്ടുപോകുന്നത്. KSRTC ബാധിക്കുന്നതായാലും സ്വകാര്യ ബസ് തൊഴിലാളികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ബസ് വ്യവസായത്തെ ബാധിക്കുന്ന പ്രശ്നമെല്ലാം അടക്കം ഒരു പൊതുവായ
നയം, ട്രാൻസ്പോർട്ട് നയം കേരള ഗവൺമെന്റ് ഉണ്ടാക്കണം. ദേശസാൽകൃത റൂട്ടുകളിലടക്കം ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിർത്തുക, സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും തമ്മിലുള്ള മത്സരം ഒഴിവാക്കി ഇരു മേഖലകളെയും നിലനിർത്താനാവശ്യമായി RTO സമയപട്ടിക നിശ്ചയിച്ച് നൽകുക, ബസ്സുകളുടെ കാലാവധി 15 വർഷമായി നിജപ്പെടുത്തുക, ജനങ്ങളുടെയും തൊഴിലാളികളുടെയും സ്ഥാപനങ്ങളുടെയും താൽപര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ട്രാൻസ്പോർട്ട് നയം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളാണ് കളക്ടറേറ്റ് മാർച്ചിൽ ഉന്നയിച്ചത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ, M. രാമൻ, TP പ്രമോദ്, TK രാജൻ, K. ഭാസ്കരൻ, K. സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറി കവർച്ച ചെയ്ത കേസിൽ പിടിയിലായവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശി നേത്രാമും അണങ്കൂരിലെ മൂക്കൻ ഷെരീഫിനെയുമാണ് റിമാൻഡ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട 5 പേരെ ഇനിയും പിടികൂടാനുണ്ട്. ഒക്ടോബർ 4-ാം തീയതിയാണ് കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറിയിൽ കവർച്ച നടന്നത്. മൊബൈൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടാനായത്. 25,000-ഓളം ഫോൺ കോളുകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. വൈദ്യുതി കട്ടർ ഉപയോഗിച്ചാണ് ഷട്ടറും ലോക്കറും സംഘം മുറിച്ചത്. അർദ്ധരാത്രിക്ക് ശേഷം ജ്വല്ലറിക്ക് മുന്നിലൂടെ പോലീസ് ജീപ്പ് കടന്നുപോകുന്നത് കണ്ട കവർച്ചാ സംഘം കിട്ടിയ ആഭരണങ്ങളുമായി രക്ഷപ്പെടുകയായിരുന്നു. ഇല്ലെങ്കിൽ മറ്റൊരു ലോക്കറിലുണ്ടായിരുന്ന സ്വർണം കൂടി നഷ്ടപ്പെടുമായിരുന്നു. UP സ്വദേശികളായ 4 പേരെ കൂടി പിടികൂടാനുണ്ട്. താമസിയാതെ ഇവരെ വലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും UPയിലുമടക്കം നിരവധി കവർച്ചകൾ നടത്തിയ മോഷ്ടാവാണ് നേത്രാം. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയത് മുക്കൻ ഷെരീഫാണ്. 1/2 കിലോ സ്വർണവും 4.5 കിലോ വെള്ളിയുമാണ് സുമംഗലി ജ്വല്ലറിയിൽ നിന്നും കവർച്ച ചെയ്തത്. കേസിന് തുമ്പുണ്ടായേക്കാവുന്ന ഒരു തെളിവും ഇവിടെ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. നിരവധി വിരലടയാളങ്ങൾ കണ്ടെടുത്തുവെന്നല്ലാതെ അവയൊന്നും സംഭവത്തിൽ പങ്കുള്ളവരുടേതായിരുന്നില്ല. എന്തൊക്കെയായാലും ജില്ലയിലെ എല്ലാ കേസുകളും ഒന്നിനു പിറകെ മറ്റൊന്നായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന് മറ്റൊരു പൊൻതൂവൽ കൂടിയാണ് ഈ കേസ് തെളിയിച്ചതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. അതിസമർത്ഥമായി കുണ്ടംകുഴി സുമംഗലി ജ്വല്ലറി കവർച്ചാ കേസിന് തുമ്പുണ്ടാക്കിയ ജില്ലാ പോലീസിന് ഇത് അഭിമാന മുഹൂർത്തം. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ വിദഗ്ധമായി ആസൂത്രണത്തിലൂടെ നടത്തിയ കവർച്ച തെളിയിച്ച പോലീസിന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ്. ഒക്ടോബർ 4-നാണ് കുണ്ടംകുഴി സുമംഗലി ജ്വല്ലറിയിൽ നാടിന് നടുക്കിയ കവർച്ച നടന്നത്. സാധാരണ നടക്കുന്ന കവർച്ചകളിൽ നിന്നും വ്യത്യസ്തമായാണ് ഇവിടുത്തെ ആസൂത്രണം. ജ്വല്ലറിക്ക് മുമ്പിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളിൽ പെടാതിരിക്കാൻ മോഷ്ടാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് വേണം കരുതാൻ. കാരണം മിക്ക കവർച്ചകളും പിടിക്കപ്പെടുന്നത് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണെന്ന യാഥാർത്ഥ്യം സംഘം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ജ്വല്ലറിയുടെ പിൻഭാഗത്തു കൂടി ഈ ഉദ്യമത്തിന് മുതിർന്നത്. ജ്വല്ലറിയുടെ ഷട്ടർ വൈദ്യുതി ഉപയോഗിച്ചുള്ള കട്ടർ കൊണ്ട് മുറിക്കുമ്പോൾ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാനും സംഘം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജ്വല്ലറിയിൽ നിന്നും നിരവധി വിരലടയാളങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും ഇവിടെയും ഇവർ തന്ത്രപരമായി നീങ്ങി എന്ന് വേണം അനുമാനിക്കാൻ. കവർച്ച നടക്കുന്നതിന് 1 മാസം മുമ്പുള്ള ഫോൺ വിളികൾ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പരിശോധിച്ചു നിന്നുമാണ് ചെറിയ സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിൽ പിടിച്ചാണ് പിന്നീടുള്ള അന്വേഷണം പുരോഗമിച്ചത്. ഉത്തർപ്രദേശിലെ ചിലരാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായതോടെ പോലീസ് അങ്ങോട്ടേക്ക് തിരിച്ചു. ഉത്തർപ്രദേശിലെ ധനുപുര എന്ന ഗ്രാമം മോഷ്ടാക്കളുടെ മാത്രം ഗ്രാമമാണ്. ഇവിടെ എത്തിയ ആദൂർ CI CB തോമസും സംഘവും പ്രതികളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയിരുന്നു. തുടർന്നാണ് അണങ്കൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നേത്രാമിനെ അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ്, DYSP സുകുമാരൻ, CI CB തോമസ് എന്നിവർക്ക് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ്. കുഡ്ലു സർവീസ് സഹകരണ ബാങ്ക് കവർച്ചയടക്കമുള്ള നിരവധി കേസുകൾ തെളിയിച്ച ജില്ലയിലെ പോലീസിൻ്റെ തൊപ്പിയിൽ ഇത് മറ്റൊരു പൊൻതൂവൽ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് KCN. DYFI കുമ്പള ബ്ലോക്ക് കമ്മിറ്റി അംഗവും ചെർക്കള സൈനബ് B.Ed കോളേജിലെ അധ്യാപക വിദ്യാർത്ഥിയുമായ പൃഥ്വിരാജിനെ സദാചാര പോലീസ് ചമഞ്ഞ് ആക്രമിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 10ഓളം പേർക്കെതിരെ വിദ്യാനഗർ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ജന്മദിനത്തിൽ സഹപാഠികൾക്കൊപ്പം കൂൾബാറിൽ നിന്നും ഐസ്ക്രീം കഴിക്കുന്നതിനിടെയാണ് പൃഥ്വിരാജിനെ 10ഓളം വരുന്ന സംഘം ആക്രമിച്ചത്. സദാചാര പോലീസ് ചമഞ്ഞെത്തിയ ഇവർ കൂട്ടുകാരൻ യൂസഫിന്റെയും സഹപാഠികളായ വിദ്യാർത്ഥിനികളുടെയും മുമ്പിൽ വെച്ച് പൃഥ്വിരാജിനെ ക്രൂരമായി തല്ലിച്ചതക്കുകയായിരുന്നു. DYFI ബാഡൂർ വില്ലേജ് സെക്രട്ടറിയും കുമ്പള ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ് ഈ യുവാവ്. ഒന്നിച്ചിരുന്ന ഐസ്ക്രീം കഴിക്കുന്നതിനിടയിലാണ് സദാചാര പോലീസ് ചമഞ്ഞ് സംഘം എത്തിയതും പൃഥ്വിരാജിനോട് മാറിയിരിക്കാൻ ആവശ്യപ്പെടുന്നതും. ഇത് കേട്ട പൃഥ്വിരാജ് മാറിയിരുന്നു. ഐസ്ക്രീം കഴിച്ച ശേഷം ക്യാഷ് കൗണ്ടറിൽ പണമെടുക്കുന്നതിനിടയിലാണ് സംഘം വീണ്ടും എത്തി ആക്രമിച്ചതെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ്. ആ സമയത്ത് കുറേ ആൾക്കാരൊന്ന് ചോദ്യം ചെയ്തു, വിദ്യാർത്ഥികളൊന്നും ചെയ്യുന്നതിനാ വരുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടുകാരാണ്, ഒരേ ക്ലാസ്സിലുള്ളവരാണ്. ഒരേ ക്ലാസ്സിലുള്ളവർ ഒന്നിച്ച് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നാൽ മാറിയിരുന്നു. ആദ്യം ബില്ല് കൊടുക്കാൻ പോകുമ്പോൾ ആദ്യം വന്നിട്ട് പ്രശ്നം ചെയ്തു. അപ്പോഴേക്ക് കുറേ ആൾക്കാർ വന്ന് അടിക്കാൻ ചെയ്തു. നമുക്ക് അവരൊരു പരിചയം, ഇതിനു മുമ്പ് അങ്ങനെ അവർ വ്യക്തിവിരോധമൊന്നുമില്ല. നമ്മൾ ക്യാമ്പസിന് ഒരു ടീച്ചർ എഡ്യൂക്കേറ്റഡ് കോളേജാണ്.
നമ്മൾ നേരെ ക്യാമ്പസിലേക്ക് വരും, നേരെ പോകും. അങ്ങനെ ഇഷ്യൂവിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല. പൃഥ്വിരാജിന്റെ കൈക്കും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതര പരിക്കുകളോടെ ചെങ്കള EK നായനാർ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് പൃഥ്വിരാജ്. മുസ്ലിം ലീഗ് പ്രവർത്തകരായ ചെർക്കളയിലെ ഹാരിസ്, ജാഫർ, ജുഹൈദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ യുവാവിനെ ആക്രമിച്ചത്. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ചെർക്കള സൈനബ് BEd കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ പൃഥ്വിരാജ് സീതാംകോളി ബാഡൂരിലെ ആനന്ദയുടെ മകനാണ്. മുത്തൂറ്റ് ഫിനാൻസ് തൊഴിലാളികൾ നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. മുത്തൂറ്റ് ഫിനാൻസ് യൂണിയൻ രൂപീകരിച്ചതിന്റെ പേരിൽ തൊഴിലാളികൾക്കെതിരെ പ്രതികാര നടപടികൾ കൈക്കൊണ്ട മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് 18 ദിവസത്തോളം തൊഴിലാളികൾ സമരം നടത്തിയത്. പ്രതികാര നടപടികൾ പിൻവലിക്കണമെന്നും സ്ഥലം മാറ്റിയ തൊഴിലാളികളെ യഥാസ്ഥാനത്ത് തിരിച്ചെത്തിക്കാനുമുള്ള തീരുമാനത്തെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമരസമിതിയുടെ വിശദീകരണ യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ആ ചേംബറിൽ 6 തവണയാണ് യോഗം നടന്നത്. ഒരു യോഗത്തിലും മുത്തൂറ്റിന്റെ MDO അതുപോലെ ആൾക്കാരോ പങ്കെടുത്തില്ല. ചില ഉദ്യോഗസ്ഥന്മാർ വരും, ഞങ്ങൾക്ക് ഇവിടെ സംസാരിക്കാനൊന്നും അധികാരമില്ല എന്ന് പറഞ്ഞവർ തിരിച്ചു പോകും. മുത്തൂറ്റിന്റെ മുതലാളി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പല തവണകളായിട്ട് നേരിട്ട് മന്ത്രി തന്നെ വിളിച്ച് സംസാരിച്ചു. വരാനേ തയ്യാറില്ല. ബ്രിട്ടീഷ് മുതലാളിയെക്കാളും വലിയ മുതലാളിയായിട്ടാണ് മുത്തൂറ്റിൻ്റെ മുതലാളി പെരുമാറിയത്. കേരളത്തിലെ 2-3 കോടിയോളം വരുന്ന ജനങ്ങൾ ജനാധിപത്യ മര്യാദ പ്രകാരം തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു മന്ത്രി, ആ മന്ത്രിയുടെ ചേംബറിൽ ഒരു പ്രശ്നമുണ്ടായി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മന്ത്രിയൊന്നും ബാധകമല്ല, ഞങ്ങളുടെ മുതലാളിയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരപരമായ നിലപാടാണ് മുത്തൂറ്റിന്റെ മുതലാളിമാരെടുത്തു. CPM ഏരിയ സെക്രട്ടറി K. മുഹമ്മദ് ഹനീഫ്, CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് M. രാമൻ, ജില്ലാ സെക്രട്ടറി ഗിരി കൃഷ്ണൻ, TMA കരീം, K. ഭാസ്കരൻ, P. ദാമോദരൻ, PV കുഞ്ഞമ്പു, P. ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നവംബർ 23 മുതൽ 25 വരെ നടക്കും. ചെമ്മനാട് പഞ്ചായത്ത് കോളിയടുക്കത്തെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 23-ാം തീയതി രാവിലെ 7 മണിക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ക്രോസ് കൺട്രി മത്സരം നടക്കും. കാസർഗോഡ് DDE U. കരുണാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉദുമ MLA K. കുഞ്ഞിരാമൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24-ന് രാവിലെ 11:30 ഇനോഗ്രേഷൻ. ബഹുമാനപ്പെട്ട DDU കരുണാകരൻ സാറ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതോടുകൂടി മേള ആരംഭിക്കുകയാണ്. 2000 കുട്ടികൾ 1998 കുട്ടികളാണ് വരിക. 2000 കുട്ടികൾ മൊത്തത്തിൽ വരും. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും. മൊത്തത്തിൽ നമ്മൾ 95 ഐറ്റം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 95 ഐറ്റമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഒരു 16 ഐറ്റം ടീച്ചേഴ്സിനുണ്ട്. അണ്ടർ 14, ബിലോ 14, എബോ 14 അങ്ങനെ 2 കാറ്റഗറിയിൽ ടീച്ചേഴ്സ് പാർട്ടിസിപ്പൻറ്റ് മെന്ന് വുമൺ ആയിട്ട് നടത്തുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഫൈജ ടീച്ചർ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശകുന്തള കൃഷ്ണൻ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കൃഷ്ണകുമാർ തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നവംബർ 25-ന് സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ C. സുകുമാരൻ, അശോകൻ ധർമ്മത്തടുക്ക, A. പുരുഷോത്തമൻ, B. മാധവൻ, സൂര്യനാരായണ ഭട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ നടത്തിയത്. നോട്ടുകൾ പിൻവലിച്ചതിലൂടെ ജനങ്ങൾക്കുണ്ടായ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. PV രമേശൻ, MB കുഞ്ഞിമൊയ്തീൻ, സുരേഷ് പെരിയങ്ങാനം, PV രാജഗോപാലൻ, V. ദാമോദരൻ, KC സുജിത് കുമാർ, PV ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമായാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രവർത്തകർ എത്തിയത്. നമുക്കറിയാം, വൻകിടക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞ മോഡി ഈ നാട്ടിലെ കോടിക്കണക്കായ ആളുകളെ, പാവങ്ങളെ വഴിയാധാരമാക്കി തെരുവോരങ്ങളിലേക്ക് വിടുകയാണ് ചെയ്തത്. ഇന്ന് ബാങ്കിന്റെ മുന്നിലും നമ്മൾ ഈ സമരം നടത്തുന്ന പോസ്റ്റ് ഓഫീസിന് മുന്നിലും ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന വന്ന് വെയിലത്ത് നിന്ന് നമ്മുടെ കയ്യിലുള്ള തുച്ഛമായ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മാറാൻ വേണ്ടി ക്യൂ നിന്ന് പൊരിവെയിലത്ത് നിൽക്കുന്നത്.
കർണാടക നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഗഡിനാട് ബഹുഭാഷാ നാടകോത്സവം നവംബർ 25 മുതൽ 27 വരെ വിദ്യാനഗർ ചിന്മയ മിഷൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും. ആദ്യമായാണ് ജില്ലയിൽ ഗഡിനാട് ബഹുഭാഷാ നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. നവംബർ 25-ന് വെള്ളിയാഴ്ച വൈകുന്നേരം സാംസ്കാരിക ഘോഷയാത്രയോടെ പരിപാടികൾക്ക് തുടക്കമാകും. കർണാടക സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉമാശ്രീ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൻ്റെ പരിസരത്തുള്ള CBC ഓഡിറ്റോറിയത്തിൽ ഗഡിനാട് ബഹുഭാഷാ നാടകോത്സവം നടക്കുന്നു. കന്നഡ, മലയാള, തുളു, കൊങ്കണി, ബ്യാരി തുടങ്ങിയ വേറെ വേറെ ഭാഷകളുടെ നാടകങ്ങളും അതുപോലെ സെമിനാറുകളും കുട്ടികളുടെ നാടകവും നാടകഗാനങ്ങളും തുടങ്ങിയ കലാപരിപാടികളും അവിടെ നടക്കുന്നതാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉമാശ്രീ അവർ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യും. എൻ.എ. നെല്ലിക്കുന്ന് MLA, ജില്ലാ കളക്ടർ K. ജീവൻ ബാബു, ഡോക്ടർ D.K. ചൗട്ട, ഡോക്ടർ മോഹന ആൾവ, PVK പനയാൾ, ചിന്മയ മിഷൻ കേരള മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി, കർണാടക നാടക അക്കാദമി പ്രസിഡന്റ് LB ഷെയ്ഖ് മാസ്റ്റർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സമാപന ദിവസം കർണാടക ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി UT ഖാദർ, കർണാടക MLA ശകുന്തള, നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ്, മുൻ നഗരസഭാ ചെയർമാൻ SJ പ്രസാദ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. വാർത്താസമ്മേളനത്തിൽ കർണാടക നാടക അക്കാദമി മെമ്പർ ഉമേഷ് M. സാലിയാൻ, A. ജഗന്നാഥ ഷെട്ടി, ബാലകൃഷ്ണ അഗിത്തായ, ഭാരതി ബാബു, VG കാസർഗോഡ് തുടങ്ങിയവർ പങ്കെടുത്തു. 500, 1000 നോട്ടുകൾ പിൻവലിച്ചതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യം കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. 500, 1000 രൂപയുടെ നോട്ട് പിൻവലിച്ചതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. PK അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. PK ജലീൽ അധ്യക്ഷനായി. VV കൃഷ്ണൻ, K. രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാർത്ഥനാ വാരാഘോഷം സമാപിച്ചു. വാരാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് തെരുവുനായ ശല്യത്തിനെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അംഗമാകാവുന്ന ആത്മാവിൽ ക്രിസ്തുവിനെ അണിഞ്ഞിരിക്കുന്ന മഹാപ്രസ്ഥാനമായ YMCAയുടെ ഹോസ്ദുർഗ് യൂണിറ്റ് തെരുവുനായ ശല്യം എന്ന സാമൂഹിക വിപത്തിനെതിരെ കാഞ്ഞങ്ങാടിന്റെ നഗരവീതിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ബോധവൽക്കരണ റാലി ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരികയാണ്. YMCA കാസർഗോഡ് സബ് റീജിയണൽ പ്രാർത്ഥനാ വാരത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനമായി. വാരാഘോഷത്തിന്റെ ഭാഗമായി വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനെതിരെയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന സമാപന സമ്മേളനം YMCA കേരള റീജിയണൽ വൈസ് ചെയർമാൻ തോമസ് പൈനാപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. സബ് റീജിയണൽ ചെയർമാൻ അധ്യക്ഷനായി. ഫെറോന വികാരി ഫാദർ മാത്യു ആലങ്കോട്, ഫാദർ മാർട്ടിൻ രായപ്പൻ, ഫാദർ ഷിനോജ് വെള്ളായിക്കൽ, ഫാദർ PK എബ്രഹാം, ഫാദർ സജിദാസ് കോരോത്ത, CB മലയാറ്റിൽ, ഷാൻഡി തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരത്ത് നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സജ്ജമാക്കുന്ന ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിലാണ് കോസ്മോസ് സെവൻസ് നടക്കുന്നത്. ഗാലറിയുടെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു. ഞായറാഴ്ച രാവിലെ നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നിരവധി കായിക പ്രേമികളുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് KK നാരായണൻ ഗാലറിയുടെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ V. സുരേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുഹമ്മദ് റാഫി, കൗൺസിലർ KP കരുണാകരൻ, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ മേഖല ജനറൽ സെക്രട്ടറി MA ലത്തീഫ്, നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക കലാശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ PV രാജേഷ് സ്വാഗതവും ഗാലറി കമ്മിറ്റി ചെയർമാൻ T. രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഡിസംബർ 18 മുതൽ ജനുവരി 8 വരെയാണ് നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം കോസ്മോസ് സെവൻസിന് വേദിയാകുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 22-ാം വാർഡായ ചേടി റോഡ് ഇനി മാലിന്യമുക്ത വാർഡ്. ചേടി റോഡ് ഗീതാഞ്ജലി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 22-ാം വാർഡായ ചേടി റോഡിൽ നവംബർ 2-ന് ഗാന്ധി ജയന്തി ദിനത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. വാർഡ് ജനകീയ സമിതിയുടെ സഹകരണത്തോടെ ഗീതാഞ്ജലി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം പ്രവർത്തകരാണ് വാർഡ് മാലിന്യമുക്തമാക്കുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. വാർഡിലെ റോഡുകൾ ശുചീകരിക്കുകയും മുഴുവൻ മാലിന്യങ്ങളും ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുകയും ചെയ്തു.
ശേഖരിച്ച പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഞായറാഴ്ച കർണാടകയിലേക്ക് കയറ്റി അയച്ചതോടെ വാർഡ് മാലിന്യമുക്തമായെന്ന് പ്രവർത്തകർ പറയുന്നു. തുടർന്നും എല്ലാ മാസവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് പരിപാടി. വീടുകളിലെയും കടകളിലെയും മാലിന്യങ്ങൾ ശേഖരിച്ച് കയറ്റി അയക്കും. ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർ താലൂക്ക് സമ്മേളനം നടന്നു. ഹോസ്ദുർ ബാങ്ക് ഹാളിലാണ് സമ്മേളനം നടന്നത്. ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ഹോസ്ദുർഗ് ബാങ്ക് ഹാളിലാണ് നടന്നത്. സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 30 കൂടി വിളിച്ചു ചേർക്കാനിരുന്ന ഈ താലൂക്ക് പൊതുയോഗം റേഷൻ രംഗത്തുണ്ടായ അടിയന്തര മാറ്റങ്ങളും അതോടനുബന്ധിച്ച് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നടത്തിവന്ന സൂചനാ സമരങ്ങളും കാരണം അല്പം മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിഗതികളെക്കുറിച്ച് ഞങ്ങൾ എല്ലാ മാസവും നമ്മുടെ ഓഫീസ് സമുച്ചയത്തിൽ വിളിച്ചു ചേർക്കുന്ന പ്രവർത്തക കൺവെൻഷനിൽ വിവരിച്ചാണ്. പുതിയ പ്രയോറിറ്റി ലിസ്റ്റിലെ അനർഹരെ ഒഴിവാക്കി അർഹരായവരെ ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. താലൂക്ക് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി. എ നടരാജൻ, ബാലകൃഷ്ണൻ, സുരേഷൻ മേലാങ്കോട്ട്, ബാലകൃഷ്ണൻ കൊടക്കാട്, ഗംഗാധരൻ മല്ലക്കര, മനോജ്, സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികളിലെത്തിച്ച് ISRO മുൻ ശാസ്ത്രജ്ഞൻ VP ബാലഗംഗാധരൻ. പെരിയ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് പാഴ്വസ്തുക്കളിൽ റോക്കറ്റ് വിക്ഷേപണം നടത്തിയത്. റോക്കറ്റ് വിക്ഷേപണത്തിന്റെ സാങ്കേതികവിദ്യ പാഴ്വസ്തുക്കളാൽ തീർത്ത റോക്കറ്റിലൂടെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ISROയുടെ മുൻ ശാസ്ത്രജ്ഞൻ. ISRO മുൻ ശാസ്ത്രജ്ഞൻ VP ബാലഗംഗാധരനാണ് പാഴ്വസ്തുക്കളാൽ റോക്കറ്റ് ഒരുക്കിയത്. പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മുന്നിലാണ് ആകാശവിസ്മയത്തിന്റെ നേർക്കാഴ്ച ഒരുക്കിയത്. പാഴ്വസ്തുക്കളാൽ തീർത്ത റോക്കറ്റ് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്നതിന്റെ സാങ്കേതികവിദ്യ ലളിതമായി കുട്ടികൾക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു റോക്കറ്റ് വിക്ഷേപണത്തിന്റെ പ്രദർശനം. നവോദയ വിദ്യാലയത്തിലെ 5ാം ബാച്ചിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസ് വിധി. 5 പ്രതികൾ കുറ്റക്കാർ. 7 വർഷം കഠിന തടവും 7.5 ലക്ഷം രൂപ പിഴയും. തൊഴിലാളി താൽപര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ട്രാൻസ്പോർട്ട് നയം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ കലക്ട്രേറ്റ് മാർച്ച്. മാർച്ച് സംഘടിപ്പിച്ചത് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ. കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറി കവർച്ച. പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സദാചാര പോലീസ് ചമഞ്ഞ് ആക്രമിച്ചെന്ന് അധ്യാപക വിദ്യാർത്ഥിയുടെ പരാതി. മർദ്ദനമേറ്റത് ചെർക്കളയിലെ സനബ് B.Ed സെന്ററിലെ പൃഥ്വിരാജിന്. തൊഴിലാളികൾക്ക് മുമ്പിൽ മുത്തൂറ്റ് മാനേജ്മെന്റ് മുട്ടുമടക്കി. തൊഴിലാളികൾ നടത്തിവന്ന അനിശ്ചിതകാല സമരത്തിന് വിജയകരമായ പരിസമാപ്തി. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നവംബർ 23 മുതൽ 25 വരെ. ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ചെമ്മനാട് പഞ്ചായത്ത് രാജീവ് ഗാന്ധി സ്റ്റേഡിയം. നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കത്തുന്നു. NGO അസോസിയേഷൻ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. കർണാടക നാടക അക്കാദമിയുടെ ബഹുഭാഷാ നാടകോത്സവം നവംബർ 25 മുതൽ 27 വരെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.